നിങ്ങൾ കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ കഴിഞ്ഞ പരീക്ഷയുടെ കൃത്യമായ കണക്കുകൾ അത് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. എത്ര പേർക്ക് ജോലി കിട്ടി? കട്ട് ഓഫ് എവിടെ വരെ എത്തി? ഒട്ടും സമയം കളയാതെ നമുക്ക് ആ യഥാർത്ഥ കണക്കുകളിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏതൊരു LGS ഉദ്യോഗാർത്ഥിയും ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നത് ഈ രണ്ട് ചോദ്യങ്ങളിലെ ഉത്തരങ്ങളായിരിക്കും, അല്ലേ? കട്ട് ഓഫ് മാർക്ക് എത്രയായിരുന്നു? പിന്നെ എത്ര പേർക്ക് നിയമനം കിട്ടി? ഈ വിശകലനത്തിലൂടെ വെറും ഊഹാപോഹങ്ങൾക്കപ്പുറം യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്താണെന്ന് നമുക്ക് നോക്കാം. ശരി, അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഏത് പരീക്ഷയെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇത് കാറ്റഗറി നമ്പർ 609/2021 അതായത് കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് പരീക്ഷ. ഈ ഒരു എക്സാം സൈക്കിൾ അല്ലെങ്കിൽ പരീക്ഷാ പ്രക്രിയ തുടങ്ങിയത് 2022-ലാണ്. അത് അവസാനിച്ചതോ 2023-ലും. എന്നുവെച്ചാൽ ഒരു വർഷത്തിൽ കൂടുതൽ നീണ്ടുനിന്ന ഒരു വലിയ പ്രോസസ്സ് തന്നെയായിരുന്നു ഇത്. അപ്പോ ഈ പരീക്ഷയുടെ ആദ്യത്തെ കടമ്പ ഏതായിരുന്നു? തീർച്ചയായും പ്രിലിംസ് തന്നെ. ലക്ഷക്കണക്കിന് ആളുകൾ എഴുതിയ ആ ഒരു യോഗ്യതാ പരീക്ഷയുടെ കണക്കുകൾ എങ്ങനെയുണ്ടായിരുന്നെന്ന് നമുക്ക് നോക്കാം. പ്രിലിംസ് എന്ന് പറയുന്നത് ഒറ്റ ദിവസത്തെ ഒരു പരീക്ഷ ആയിരുന്നില്ല. അത് 6 ഘട്ടങ്ങളിലായിട്ടാണ് നടത്തിയത്. 2022 മെയ് മാസം തുടങ്ങി ജൂലൈ വരെ നീണ്ടുനിന്ന ഒരു പരീക്ഷാ പരമ്പര. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിക്കാം മത്സരം എത്രത്തോളം വലുതായിരുന്നു എന്ന്. 6 ഘട്ടങ്ങളിലായി നടന്ന ഈ കഠിനമായ പ്രിലിംസ് പരീക്ഷ പാസ്സായി മെയിൻ എക്സാമിന് യോഗ്യത നേടിയത് എത്ര പേരാണെന്നറിയാമോ? 57,756 പേർ. ഓർക്കണം, 57,000-ൽ കൂടുതൽ ഉദ്യോഗാർത്ഥികളാണ് ആ ആദ്യത്തെ കടമ്പ കടന്നത്. അപ്പോൾ ഈ 57,756 പേർക്ക് യോഗ്യത നേടാൻ വേണ്ടിയിരുന്ന മാർക്ക് എത്രയായിരുന്നു? പ്രിലിംസിന്റെ കട്ട് ഓഫ് മാർക്ക് 75.5475 ആയിരുന്നു. ഈ മാർക്കോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ കിട്ടിയവരാണ് അടുത്ത സ്റ്റേജിലേക്ക്, അതായത് മെയിൻസിലേക്ക് പോയത്. പ്രിലിംസ് എന്ന ആ വലിയ കടമ്പ കടന്നവരെല്ലാം എത്തിയത് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ്, മെയിൻസ് പരീക്ഷ. റാങ്ക് ലിസ്റ്റ് തീരുമാനിക്കുന്നത് ഈ ഒരൊറ്റ പരീക്ഷയിലെ പ്രകടനമാണ്. അപ്പം നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. മെയിൻസ് പരീക്ഷ നടന്നത് 2023 മെയ് 17-നാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. പ്രിലിംസ് പരീക്ഷയുടെ ആദ്യ സ്റ്റേജ് കഴിഞ്ഞ് കൃത്യം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് മെയിൻസ് നടന്നത്. മെയിൻസ് പരീക്ഷയുടെ ഫലം വന്നപ്പോൾ ഷോർട്ട് ലിസ്റ്റിൽ വന്നത് 4038 പേരാണ്. അതുപോലെ സപ്ലിമെന്ററി ലിസ്റ്റിൽ 4055 പേരും ഇടം പിടിച്ചു. എന്നുവെച്ചാൽ ഏകദേശം 8000-ൽ കൂടുതൽ പേർ ആ ഫൈനൽ ലിസ്റ്റുകളിൽ ഉണ്ടായിരുന്നു. അപ്പോ ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ കയറിപ്പറ്റാൻ വേണ്ട കട്ട് ഓഫ് മാർക്ക് എത്രയായിരുന്നല്ലേ? 76.67. നിങ്ങൾ ശ്രദ്ധിച്ചോ? പ്രിലിംസ് കട്ട് ഓഫിനേക്കാൾ ഒരു മാർക്കിൽ കൂടുതൽ. ഇതിൽ നിന്നൊരു കാര്യം ശരിക്കും ക്ലിയറാണ്. പ്രിലിംസ് കടന്നവർ തമ്മിൽ നടന്നത് എന്തൊരു മത്സരമായിരുന്നുവെന്ന്. ഓരോ മാർക്കും ഓരോ പോയിന്റും എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് ഈ കണക്ക് നമ്മളോട് പറയുന്നുണ്ട്. ഓക്കേ, ഇപ്പോ നമ്മൾ എത്തുന്നത് എല്ലാവരും ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഭാഗത്തേക്കാണ്. റാങ്ക് ലിസ്റ്റിൽ നിന്നൊക്കെ എത്ര പേർക്ക് നിയമന ശുപാർശ, അതായത് അഡ്വൈസ് കിട്ടി? യഥാർത്ഥത്തിൽ എത്ര നിയമനങ്ങൾ നടന്നു? അപ്പോൾ ആ നിർണായകമായ സംഖ്യ ഇതാണ്. ഈ റാങ്ക് ലിസ്റ്റ് നിന്ന് ആകെ അഡ്വൈസ് പോയത് 2522 പേർക്കാണ്. ഓർക്കണം, 8000-ഓളം പേരുണ്ടായിരുന്ന ഒരു വലിയ ലിസ്റ്റ് നിന്നാണ് ഈ നിയമനങ്ങൾ നടന്നത്. ഇത് ഞാൻ വെറുതെ പറയുന്നൊരു കണക്കല്ല. ഇത് PSCയുടെ ഒഫീഷ്യൽ രേഖകൾ പ്രകാരമുള്ളതാണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ പട്ടികയിൽ നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ഓരോ കാറ്റഗറിയിലും നിയമനം ലഭിച്ച അവസാനത്തെ റാങ്ക് എത്രയാണെന്നൊക്കെ. ആ വലിയ പട്ടികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഓപ്പൺ കോമ്പറ്റീഷനിലെ, അതായത് OCയിലെ പുരുഷന്മാരുടെ വിഭാഗത്തിൽ 2072 റാങ്ക് വരെ പോയി. സ്ത്രീകളുടെ വിഭാഗത്തിലാണെങ്കിൽ 2040 റാങ്ക് വരെയും നിയമന ശുപാർശ പോയിട്ടുണ്ട്. ഈ വിവരങ്ങൾ ഏറ്റവും അവസാനം അപ്ഡേറ്റ് ചെയ്ത തീയതിയും നിങ്ങൾക്കിവിടെ കാണാം. അപ്പോ ഈ നമ്പറുകളിലൂടെയുള്ള നമ്മുടെ ഒരു യാത്രയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതുവരെ നമ്മൾ സംസാരിച്ച ആ നിർണായക സംഖ്യകളെല്ലാം ഒന്നുകൂടി നമുക്ക് ഓർത്തെടുക്കാം. നോക്കൂ, ഈ ഒരു സ്ലൈഡ് മാത്രം മതി ആ പരീക്ഷയുടെ മുഴുവൻ ചിത്രം കിട്ടാൻ. പ്രിലിംസ് യോഗ്യത നേടിയ 57,756 പേരിൽ തുടങ്ങി 75.54 എന്ന പ്രിലിംസ് കട്ട് ഓഫും 76.67 എന്ന മെയിൻസ് കട്ട് ഓഫും കടന്ന് അവസാനം 2522 നിയമനങ്ങളിലെത്തിയ ആ ഒരു വലിയ യാത്ര. ഈ ഒരു വിശകലനം ഇവിടെ നിർത്തുമ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ യാഥാർത്ഥ്യമായ കണക്കുകൾ നിങ്ങളുടെ മുന്നിലുണ്ട്.
ഇതുവെച്ച് നിങ്ങളുടെ പഠനരീതിയെയും നിങ്ങളുടെ ലക്ഷ്യങ്ങളെയും നിങ്ങൾ എങ്ങനെ പുനഃക്രമീകരിക്കും? മത്സരത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി കൂടുതൽ ചിട്ടയോടെ പഠിക്കാൻ ഈ വിവരങ്ങൾ നിങ്ങളെ സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്.